Basilica Cistern. ഈ ബസിലിക്ക സിസ്റ്റൈൻ കാണേണ്ട സ്ഥലം തന്നെ കേട്ടോ. ഇങ്ങനെ ചുട്ട് എടുക്കുവാണ്. അപ്പൊ അത് ഇവാൻ ഞങ്ങളുടെ ടൂറിസ്റ്റ് ഇവാനും തളർന്നിരിപ്പാണ്. എന്റെ ഭാര്യയും എന്റെ മോളെയും കാണാനില്ല. ഞാൻ പോയാലും മൊബൈല് കളയത്തില്ല. ബിഗ് എടുത്തോ. ഒരുപാട് കടകളിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നോക്കുമ്പോഴാണ് ചാക്കിലിരിക്കുന്നത്. ഇത് വാൾനട്ട് ആണ്. വാൾനട്ട് അവരിങ്ങനെ കഴിച്ചോ. എങ്ങനെയുണ്ട്? എനിക്ക് വേണ്ട, എനിക്ക് വെള്ളം വേണം കണ്ണാ. നല്ല ടേസ്റ്റ്ടാ. ഞാൻ ചാവാറായ എനിക്ക് വെള്ളം വേണം. കഴിച്ചോ കൊച്ചിന് കൊടുത്തു നോക്കി നോക്ക്. ആളാണ്. ഇതവര് കനലിൽ വെച്ച്, അതിന്റെ താഴെ കുറെ കനലുണ്ട്. ഒരു കനലിൽ വെച്ച് ഇങ്ങനെ ചുട്ട് എടുക്കുവാണ്. അപ്പൊ അത് ഇതുപോലെ തോട് പൊട്ടി വരും. ഒരു വാലിന്റെ ടെസ്റ്റിന് മേടിച്ചപ്പോ 10 ലിറ ചോദിച്ചു. ഇതവിടെ കോണാണ്. ചുട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ഹൃദയ ഭാഗമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹാഗിയ സോഫിയ, ബ്ലൂ മോസ്ക് എല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ചെറിയൊരു ജ്യൂസും പിന്നെ ഞങ്ങൾ എന്താ പറയുക ചെറിയൊരു ബണ്ണും മേടിച്ച്. ഇത് 60 ലിറയാണ്. പിന്നെ ജ്യൂസ് എത്രയായിരുന്നു? ജ്യൂസ് 40 ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ ഇനി അവിടെ പോയിട്ട് ഇനിയും അടുത്ത് നമ്മൾ പോണത് ബസിലിക്ക സിസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂർ ഗൈഡ് സെയിം ആൾ തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ നമുക്ക് മിസ്സാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി ഇരിക്കുക. 12 മണിയാകുമ്പോൾ ബസിലിക്ക സിസ്റ്റൈൻ കാണാൻ പോകുക. ഞങ്ങൾ വീണ്ടും പഴയ ഡിസൈൻ കഫേയിലെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെ വന്നിട്ട് വീണ്ടും ഞങ്ങൾക്ക് അടുത്തുകൊണ്ട് ബസിലിക്ക സിസ്റ്റൈൻ എന്ന് അടുത്താണ്. ഇവിടെ വന്ന് എൻ്റെ ഭാര്യയും എൻ്റെ മോളെയും കാണാനില്ല. ഞാൻ അന്വേഷിച്ചിടന്നപ്പോൾ ഹാഗിയ സോഫിയ ഹിസ്റ്ററി മ്യൂസിയത്തിന് അടുത്തായിട്ട് 2 പേര് ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കണ്ണാ ഇതെണ്ണ ഇല്ല, കഴിഞ്ഞ 2 ദിവസം പരാതി പറയായിരുന്നു വെയിലിൽ നിന്നുണ്ട്. ഇപ്പം വെയിലാണോ? സന്തോഷമുള്ളൂ. അടിക്കട്ടെ, ഇതാണ് നമ്മുടെ ബ്ലൂ മോസ്ക്. മോസ്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവാൻ എത്തി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് ഫുള്ള് മൂടോട്ടാണ്. ഇത് ഹാഗിയ സോഫിയൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചൊരു ചെറിയ ബർഗറാണ്. 60 ലിറയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ കഴിക്കും തോറും ഭയങ്കര ടേസ്റ്റും പിന്നെ നമുക്ക് നമ്മുടെ വിശപ്പും അടങ്ങും. ഞങ്ങളെ ടൂർ ഗൈഡ് മാറി. ഞങ്ങളെ ഗൈഡിപ്പം വേറൊരാളായി. അപ്പോൾ ഞങ്ങൾ ബസിലിക്ക സിസ്റ്റൈൻ കാണാൻ ബസിലിക്ക കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. ആക്ച്വലി ഇത് ഭയങ്കര റഷ് ഏരിയ ഫുള്ളും. ആക്ച്വലി ഇത് ഓഫ് സീസണാണ്. മാർച്ച് മന്ത് എന്നൊക്കെ പറയണത് ഓഫ് സീസണാണ്. എന്നിട്ടും ഇത്രയും തിരക്ക്. സീസൺ ടൈമിലൂടെ എങ്ങനെയായിരിക്കും എന്നൊന്ന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. നിന്ന് തിരിയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ചായ മോളെയും കൊണ്ട് ഫ്രണ്ടിലോട്ട് നടക്കുക. ഞാൻ കയ്യിലുള്ള ബാഗ് മേടിച്ച് ഞാൻ തോളിൽ തൂക്കി. ആളെന്തോ ഇവാനും എന്തെന്ന് അറിയത്തില്ല, വയ്യായികയാണെന്ന് തോന്നുന്നു. മുംബൈയിൽ ഭദ്രമല്ലേ? എൻ്റെ അടുത്ത് ഈ ചോദ്യം നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയാലും മൊബൈൽ കളയത്തില്ല. മൊബൈൽ 1.5 ലക്ഷം രൂപ എന്നെ കളഞ്ഞു പോയാൽ എന്നെ വേണമെങ്കിൽ 50,000 രൂപ കൊടുത്താലും മേടിക്കാം. പക്ഷേ മൊബൈൽ മേടിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്ര പോലെ ഇല്ല തോന്നുന്നു. 50 കോടി. ഞങ്ങൾ പോവാണ്. തോന്നുന്നു. നമ്മൾ ബസിലിക്ക സിസ്റ്റൈനിലെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളെ ചെക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കടത്തിവിടുന്നത്. ടിക്കറ്റ് എടുക്കണം. 600 ലിറയാണ് ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഉള്ളിലോട്ട്. ഈ ബസിലിക്ക സിസ്റ്റൈൻ ബൈസെൻറ്റൈൻ കാലഘട്ടത്തിലാണിത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. 6ാം സെഞ്ച്വറിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പ്രവേശിച്ച് കഴിയുമ്പം
ഒരുപാട് തൂണുകളാണ്, അതിന് ചുറ്റിലും തൂണുകളാണ്. പിന്നെ ഇതിൻ്റെ താഴെ തട്ടിലായിട്ട് കുറച്ച് വെള്ളം ഇവരിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിന് മീതെ ചെറിയൊരു ഗ്രില്ല് കണക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കകാലത്ത് ഇതൊരു വാട്ടർ സ്റ്റോറേജ് ആയിരുന്നു. പ്രധാനമായിട്ട് അവിടുത്തെ ഗ്രേറ്റ് പാലസിലൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നു. സമ്മർ ടൈമിലാണ് ഇതിൻ്റെ കൂടുതൽ ഉപയോഗമായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ പണ്ടത്തെ കാലത്തെ ഒരു ഓർമ്മ നിലനിർത്താനും, അതുപോലെ തന്നെ ഈ വെള്ളത്തിനൊക്കെ ഈ ഭാഗത്തൊക്കെ കാണുമ്പോൾ കോയിൻസുകൾ കാണാൻ വേണ്ടി പറ്റും. ഈ കോയിൻസുകൾ എന്ത് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യം നമ്മളിങ്ങനെ ഓർമ്മിച്ചിട്ട് ആ ഒരു കോയിൻസ് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ ബസിലിക്ക സിസ്റ്ററിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന തൂണുകളാണ്. ഈ തൂണുകൾ 336 കോളംസ് ഉണ്ട്. 336 കോളംസ് കൊണ്ടാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇതൊരു വാട്ടർ സ്റ്റോറേജ് ആയിട്ടാണ് പണ്ട് യൂസ് ചെയ്തത്. ഇവിടെ വന്നുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇടുന്നുണ്ട് വെള്ളത്തിൽ. അപ്പോൾ ഇവാനൂന് കണ്ടപ്പോൾ ഇവാനൂന് ഒരു ആഗ്രഹം, അപ്പോൾ തയ്ച്ചേണ്ട കോയിൻ കൊടുക്കുവാണ്. ബേബി യു വാണ്ട് കോയിൻ ബേബി? ഇവാന് കോയിൻ ഇടുവാണ്. ഓ ത്രോ ഇവാന് ത്രോ ദേ. This is the last time. Finish, ma. Throw there, ma. Throw the coin. Let Papa check. Yeah. Throw, okay, ma? Like this, throw. Bigger throw, ji. Oh. We can do it, uncle. Okay. Ladies and gentlemen, right now we are in the Basilica Cistern. But what is the Basilica Cistern? This place was actually planned to be an underground palace with a small passage to Hagia Sophia, built in between of years 526 and 527, approximately 10-11 years before Hagia Sophia. But after building it, they actually decided to use it as an underground water storage. Why? Because they didn't know how to get the water from the underground sources around the time. So that's why. ഹാഗിയ സോഫിയയ്ക്ക് മുമ്പ് പണിതൊരു സ്ഥലമാണ് ഈ ബസിലിക്ക സിസ്റ്ററിന്. ആദ്യകാലങ്ങളിൽ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയായിട്ട് രൂപാന്തരപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഇതൊരു വാട്ടർ സ്റ്റോറേജ് ഏരിയ ആയിട്ട് മാറ്റപ്പെടുകയുണ്ടായി. അതാണ് ഞങ്ങൾക്ക് ടൂർ ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. But in 1547, a Frenchman named Pierre Gilles actually came here to see the artifacts which was left from the Byzantine period at the time. Just one gentleman took him down the stairway, and that's when people and Ottoman Empire actually recognized the place again. But ഈ വെള്ളത്തിൽ കിടക്കുന്ന കോയിൻസിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും ചോദിച്ചു മനസ്സിലാക്കി ഞങ്ങളുടെ ഗൈഡിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിയതിനു ശേഷം വീണ്ടും ഇവാനുവിന് കോയിൻ എറിയണമെന്ന് പറഞ്ഞ്. ഓക്കെ നെക്സ്റ്റ് അമ്മ വിഷ് ചെയ്തിട്ട് കോയിൻ എറിയാൻ പോവുകയാണ്. വലിയ വിഷാണെന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ മുകളിലുള്ള ഹോള് കണ്ടോ? ഈ ഹോളിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് വരും. ഇങ്ങനെ മഴവെള്ളം ഇവിടെ ശേഖരിക്കുന്നുണ്ട്. പിന്നെ ഈ വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഒരുപാട് തൂണുകളാണ്. എൻ്റെ ദൈവമേ. ഇതിൻ്റെ ഒരു ഹൈറ്റ് 138 മീറ്ററാണ്. പിന്നെ വീതി ഒരു 65 മീറ്ററോളം വരും അപ്രോക്സിമേറ്റ്ലി. ഈ ബസിലിക്ക സിസ്റ്ററിൻ്റെ ഉള്ളിൽ 80,000 ക്യൂബിക് മീറ്റേഴ്സ് വാട്ടർ സ്റ്റോറേജ് കേപ്പബിൾ എന്നാണ് പറയണത്. ഇതിനുള്ളിൽ 336 കോളംസിൽ 4 കോളംസിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഇവിടെ ഭൂകമ്പം ഉണ്ടായ സമയത്ത് നമ്മൾ ഈ കാണുന്ന ഈ കോളംസ് ഉണ്ടാകും.
ഭൂകമ്പം ഉണ്ടായ സമയത്ത് അതിന് ചെറിയ കേടുപാടുകൾ വന്നപ്പം അതിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടി അതിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നമുക്ക് കടക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് പോകേണ്ട സംഭവം ഒന്നും അവരിട്ടിട്ടില്ല. ഫുള്ളും വെള്ളമാണ്. ഇതിൻ്റെ ഒരു തൂണിന് 9 മീറ്റർ നീളമാണുള്ളത്. പിന്നെ അതുകൂടാതെ 12 റോയിലായിട്ട് 28 തൂണുകൾ ഇതുണ്ട്. അങ്ങനെ 336 കോളംസ്. വെള്ളം വെള്ളം എൻ്റെ തലയിൽ കൂടെ വെള്ളം വീണ് വന്നാ അത് അയാൾ പറഞ്ഞ സീലിങ്ങിൻ്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഹോളുകളുണ്ട് സുഷിരം. അപ്പോൾ അത് വെള്ളം ഇതിൽ എത്ര കോയിൻസ് അല്ലാണ് ആൾക്കാർ ഇട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ തന്നെയാണ് 1 കോടി ലിറയെങ്കിലും കാണും. ഇത് ഡോളർ ഉണ്ടാവും, യൂറോ ഉണ്ടാവും, പലതരം. ചിലയിടത്ത് തൂണുകൾ ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി അവർ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നോക്കണം ഇതിൻ്റെയൊക്കെ സംഭവിക്കണം അല്ലേ. ഇതൊക്കെ ഇത് കണ്ടിരിക്കേണ്ട സ്ഥലം. നമ്മളെ ഗൈഡ് പറഞ്ഞത് ടർക്കിഷിൽ ഇവിടെ മോസ്റ്റ് വൺ ഓഫ് ദ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത്. ഈ ബസിലിക്ക സിസ്റ്റൻ്റെ ഉള്ളിൽ മുമ്പ് കഫേസ് ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ഷോസ് ഒക്കെ ഇവിടെ നടന്നിരുന്നു എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പക്ഷെ ഇപ്പം കുറേ കാലമായിട്ട് അങ്ങനെയുള്ള പരിപാടീസ് ഈവൻസ് ഒന്നും ഇവിടെ ഇപ്പോൾ അവർ അറേഞ്ച് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു സേഫ്റ്റീനെ ഒന്ന് കരുതിയിട്ടാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നില്ലെന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. എന്നിരുന്നാലും ചില ഭാഗത്തൊക്കെ ഈ ലൈറ്റ് പലവിധ കളറിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഓരോ കളർ മാറും തോറും ആ തൂണുകളെല്ലാം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുമ്പോൾ കാണാൻ വേണ്ടി ഭയങ്കര ഒരു ഭംഗിയാണ്. നമ്മളിപ്പം കാണുന്നതൊരു മെഡൂസ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ സ്ത്രീ പണ്ടുണ്ടായിരുന്നെന്നാണ് പറയണേ. ആ സുന്ദരിയായ സ്ത്രീയുടെ ഒരു സ്കൾപ്ചർ അവിടെ വച്ചിട്ടുണ്ട്. കാരണം ഇവിടെയുള്ള ഈ വാട്ടർ ക്ലീനായിട്ട് നിലനിർത്താനും അതിനെ സേഫായിട്ട് സൂക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്നുള്ള ഒരു പർപ്പസോടുകൂടിയാണ് ഈ മെഡൂസയുടെ ആ ഒരു സ്കൾപ്ചർ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ലൈറ്റ് അടിക്കുമ്പോൾ മെഡൂസയുടെ ആ ഒരു സ്കൾപ്ചറിൻ്റെ നേരിൽ അവിടെ ആ വാളിൽ അടിക്കുന്നത് കാണാം. എന്താ അല്ലാണത്? ഞങ്ങളുടെ ഗൈഡ് പോയതിന് ശേഷവും ഞങ്ങൾ കുറേ നേരം ബസിലിക്ക സിസ്റ്റം ഇങ്ങനെ കണ്ട് നടന്നു. ഇങ്ങനെ നമ്മൾ പോകുന്ന ആ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുമൊക്കെ ഈ ചില വിചിത്രമായിട്ടുള്ള സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ചെറിയ ഈ ലൈറ്റ് ഷോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഈ ഡിസൈനുള്ള ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പലതരത്തിലുള്ള സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ബസിലിക്ക സിസ്റ്റത്തിനുള്ളിലൂടെ നമ്മളിങ്ങനെ ഇതെല്ലാം കണ്ട് നടക്കുമ്പം നമുക്ക് പഴയ കാലത്തെ ആ ഒരു ഓർമ്മകളും ഇതെങ്ങനെയൊക്കെയാണ് അവർ ഒരു വാട്ടർ സ്റ്റോറേജ് ആയിട്ടൊക്കെ നിലനിർത്തിയെന്നുള്ള ചിന്തയൊക്കെ ഇങ്ങനെ മനസ്സിൽ കടന്നു പോകുന്നത് കാണാം. പിന്നെ അപ്പോൾ നമ്മൾ കാണുന്ന കണക്കുള്ള ഈ വിചിത്രമായിട്ടുള്ള സ്കൾപ്ചേഴ്സൊക്കെയാണ് അവിടെ വച്ചിരിക്കുന്നത്, രൂപങ്ങൾ. അത് ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവമെന്നാണ് പറയണത് ഈ ബസിലിക്ക സിസ്റ്റത്തിൻ്റെ. പിന്നെ ഈ ഉള്ളിലിരിക്കുന്ന വാട്ടറൊക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊന്നും അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളമില്ല, ഇതവർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടറാണ്. അതുകൊണ്ട് തന്നെ സ്മെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പഴകിയ സാധനങ്ങളോ അങ്ങനെ ഒന്നും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ വേണ്ടി പറ്റത്തില്ല. വളരെ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ബസിലിക്ക സിസ്റ്റത്തിന് ഒരു കേടുപാടും ഒന്നും വരാതെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി പല കാലഘട്ടത്തും ഇതിൽ അറ്റകുറ്റപ്പണികൾ ഒത്തിരി നടന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ 1963 വർഷത്തിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ജെയിംസ് ബോണ്ടിൻ്റെ ഫിലിമാണ് ഫ്രം റഷ്യ വിത്ത് ലവ് എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ബസിലിക്ക സിസ്റ്റേന്ന് ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് നടന്നു തുടങ്ങി. ഈ ബസിലിക്ക സിസ്റ്റൻ കാണേണ്ട സ്ഥലം തന്നെ കേട്ടോ. ആരും അറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലം ഈ ഭൂമിക്കടിയിലുണ്ടെന്ന്. ഇതാണ് ബസിലിക്ക സിസ്റ്റൻ്റെ പുറമെയുള്ള ഭാഗം കേട്ടോ. ആരെങ്കിലും പറയൂ ഇതിൻ്റെ അടിയിൽ ആ ബസിലിക്ക സിസ്റ്റൻ ഉണ്ടെന്ന്? ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. എന്താ അല്ലേ ഗുമ? ഇതിൻ്റെ അടിയിലാണ് ആ ബസിലിക്ക സിസ്റ്റൻ ഉള്ളത്. ഇതിൻ്റെ മുകളിൽ ഹോട്ടലാണ്.
അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ തുർക്കിയിൽ പറഞ്ഞവര് എന്തായിരുന്നാലും ഇത് കാണണം കേട്ടാ. തിരക്ക് നോക്കണേ, കണ്ട ഇതൊരു ഓഫ് സീസൺ ആണ്. ഓഫ് സീസൺ ആയിരുന്നിട്ടും തിരക്ക്, ഭയങ്കര തിരക്ക്. കഴിക്കണോ ഞാനിത്? ആ വിത്ത് ന്യൂട്രലാണ് ഇത്. ഒന്ന് കഴിച്ചാലോ? ടേസ്റ്റ് ചെയ്യല്ലേ? ആ ടേസ്റ്റ് ചെയ്യാമോ? ഇവാന് വേണോ അത്? ഒന്ന് ചോദിക്കട്ടെ. Is it chocolate or Nutella? കൊള്ളാം. അതും മറ്റും ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. ഒരു കാലത്ത് ഇവിടെ ക്രിസ്ത്യൻ പ്രാർത്ഥന മുടങ്ങിയ സ്ഥലമാണ്. വനു ട്രാമുകളാണ് ഇവിടുത്തെ കുറച്ച് പ്രത്യേകത കേട്ടോ. 5-10 മിനിറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ണാ എല്ലാം കണ്ടു കഴിഞ്ഞാ? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കാരണം ഏതാ ഇഷ്ടപ്പെട്ട? ഹൈയ സോഫിയ, ബസിലിക്ക സിസ്റ്റം? ബസിലിക്ക സിസ്റ്റം അല്ലേ? ചൂട് ചൂട്. ഇവാന് ഞങ്ങളുടെ ടൂറിസ്റ്റ് ഇവാന് തളർന്നിരിപ്പാണ്. പ്രത്യേകിച്ച് ഇന്നലെ മറ്റേ അവിടെ ചെന്ന് അടിച്ചു പൊളിച്ച് നടക്കണ്ടായിരുന്നല്ലോ ബോട്ട് ക്രൂസ്. ശരി, അപ്പൊ ഞങ്ങളിനി ബ്ലൂ മോസ്ക് ഞങ്ങള് കയറാൻ പറ്റില്ല, കാരണം ഇവാന് ടയർഡാണ്. ഞങ്ങളിനിയും വേറെ ഒരു ദിവസം നിങ്ങൾ ബ്ലൂ മോസ്ക് മാത്രമായിട്ട് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് നാളെ ഞങ്ങൾ ബുർസയിലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് 2-3 മണിക്കൂർ യാത്ര ചെയ്യണം. പിന്നെ ഒരു കുന്നിൻ്റെ മുകളിലാണ്, പിന്നെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന. ഞങ്ങൾ പോണ സമയത്ത് മഞ്ഞുണ്ടാവും അറിയില്ല അല്ലേ? എന്നാലും നോക്കാം. സ്കീയിങ് ഒക്കെ ഉണ്ടല്ലേ ഇവാനു? യു റെഡി ഫോർ സ്കീയിങ്? ഇവാന് റെഡിയാന്ന് പറയണം, പക്ഷെ നാളെ അവിടെ വരുമ്പോൾ ചുരുണ്ടിരിക്കും. കേബിൾ കാറിലൊക്കെ നാളെ പോകും നമ്മളല്ലേ? ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിக்கலாம். ബൈ ബൈ. ഓക്കെ ഇവാൻ കണ്ടു. ബൈ.